പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 26 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാടുന്ന മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇന്ന് കാണുന്ന വരം വ്യാഖ്യാന വരവാണ്. വ്യാഖ്യാന വരം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റണം. അത് വ്യാഖ്യാനിക്കാൻ പറ്റുമത് 1 Corinthians 2:9 എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുന്നു. അപ്പൊ ഈ ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ എന്തുണ്ടെന്ന് അറിയാവാ? യേശുക്രിസ്തുവിന്റെ മനസ്സുണ്ട്. 1 Corinthians 2:11 മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ ദൈവാത്മാവിന്റെ കൂടെ നമ്മുടെ ആത്മാവ് കൂടി ചേരുമ്പോഴാണ് ദൈവത്തിന്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് കർത്താവിനോട് യോജിക്കുന്നവൻ അവനോട് ഏകാത്മാവായി തീരുന്നില്ലേ? 1 Corinthians 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. ഇപ്പൊ ഏകാത്മാവ് അപ്പൊ ചിന്തകൾ നേരത്തെ ചോദിച്ചാൽ എന്താണ്? ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമല്ലേ കഴിയത്തുള്ളൂ. അപ്പം നമ്മുടെ ആത്മാവ് ഭാഷാപരത്തിൽ കർത്താവിൻ്റെ ആത്മാവോട് യോജിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളാകട്ടെ യേശുക്രിസ്തു മനസ്സറിയുന്നൊരു സംഭവമുണ്ട്. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ച് കഴിയുമ്പോഴാണ് ഞങ്ങളാകട്ടെ യേശുക്രിസ്തു മനസ്സങ്ങളാണ്. 1 Corinthians 2:16 കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. അപ്പം ഈ കർത്താവുമായി സംയോജിക്കുന്ന അവനോട് ഏകാത്മാവായി തീരുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് നമ്മളിലേക്ക് ചില കാര്യങ്ങളൊക്കെ അത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾക്ക് കർത്താവ് അറിവ് തരും. കർത്താവിൻ്റെ മനസ്സ്. അപ്പോൾ അതിന് എനിക്കിത് നല്ല അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയണത്. ഇപ്പം എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയില്ലേ, എൻ്റെ ക്രിസ്ത്യൻ ഫ്ലോക്ക് ആർട്സിൻ്റെ ഹോണററി ഡോക്ടറേറ്റ് കിട്ടിയേ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഈ മധുരയിൽ പോയിട്ട് അവിടെ വെച്ച് ഞാൻ അമ്മയാണ് ഇവിടെ വരെ എത്തിച്ചത്. അമ്മയുടെ പള്ളി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നന്ദി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാടിപ്പെട്ടി പോയില്ലേ. അവിടെ ചെന്നപ്പോൾ നന്ദി പറയാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഫെയിൻ്റാകുന്ന പോലെ തളർന്നു പോയില്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്? എനിക്ക് ദൈവത്തിൻ്റെ മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞെന്താ, നിൻ്റെ മുമ്പിൽ ഇതിനേക്കാളും നല്ലവണ്ണം ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് നീ ഓരോരുത്തരെ പേടിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് നീ നിന്നോട് ചെയ്ത ഡ്യൂട്ടി നിനക്ക് മരണം വരെ ഉത്തരപ്പ് കടവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം തന്നെ പള്ളി ചെന്നിട്ട് പള്ളിയുടെ ഇളം തന്നെയെന്ന് ഞാൻ തിരിച്ചു പോകുന്നില്ല. ഞാൻ അത്ര കയറിയില്ല. അവിടം വരെ 30 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് എന്നതാണ് കൊന്തക്കച്ചില്ലേ. കത്ത് ചെല്ലില്ല. അപ്പം എനിക്കത് മനസ്സിലായി. ഞാൻ തിരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറ്റാൻ ഇടയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന പറയാൻ തുടങ്ങി. പറയാൻ തുടങ്ങിയ പ്രാർത്ഥന ഞാൻ മറന്നു പോകാതെ പഠിച്ച് നാട്ടിൽ വന്ന് എഴുതി 10,000 കോപ്പികൾ ഇറക്കി. ആ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി 10,000 പേര് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മ ഉടമ്പടി എന്ന് പറഞ്ഞത്, എഗ്രിമെൻറ്റ്. അപ്പം ഞാൻ അതോടെ പറഞ്ഞത് അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട്
ആ ഉടമ്പടി പുസ്തകം എഴുതാനൊക്കെ വെറും 60 മണിക്കൂർ കൊണ്ടാണ് എഴുതുന്നത്. 200 പേജുകൾ. നമ്മൾ ഈ ദൈവമേഖല എന്ന് പറയുന്നത് വല്ലാത്തൊരു മേഖലയാണ്. പക്ഷേ വെളിപാട്, അതുകൊണ്ട് ഞാൻ മുരിങ്ങൂർ ഒരു ലോക മലയാള കരിസ്മാറ്റിക് സമ്മേളനം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ മരിയൻ കരിസ്മാറ്റിക് എന്നാണ് പറഞ്ഞത്. കരിസ്മാറ്റിക് മാതാവിൻ്റെ വെളിപ്പെട്ടിട്ടുള്ള കരിസ്മാറ്റിക് സരണികളാണ് കൃപാസനത്തിൽ നമ്മുടെ സഭയുടെ വഴി നടത്തലിന് വേണ്ടി മനുഷ്യന് ഉപദേശമായിട്ടും അറിവായിട്ടും കൊടുക്കുന്നത്. ഇതിനെല്ലാം കൂടി വ്യാഖ്യാനപരമെന്നാണ് പറയണത്. എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഈ ലോകം എന്തുമാത്രം മനുഷ്യരായി ഇപ്പോൾ നോൺ ക്രിസ്ത്യൻസ് പോലും കർത്താവിനെ അറിയണതിൻ്റെ പേര്. ആരെയും നമ്മൾ ജ്ഞാനസാരപ്പെടുത്തുകയൊന്നും ചെയ്യണില്ല, അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഗീവ് ദം ജീസസ് എന്ന് പറയുന്നത്. കർത്താവിനെ അറിയിക്കുക. അതിനുള്ള വഴികൾ ദൈവം തരുന്നുണ്ട്, നമ്മളത് പറയുന്നുണ്ട്. അവർക്ക് എല്ലാം നല്ല അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഈ വരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. നിങ്ങളും നല്ല വരപ്രസാദമുള്ള ജീവിതം നോക്കാൻ, നമ്മൾ വരപ്രസാദം എന്ന് പറഞ്ഞതല്ല, എന്താണ് ഈ സംഭവം എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളോട് വരപ്രസാദത്തിൻ്റെ വിവിധ പ്രയോഗ തലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് ആത്മാവിൽ വളരാൻ ഇതെല്ലാം ഉപയോഗിക്കണം. ഓരോ ദിവസത്തെ ടോക്കുകൾ ഒരു 3-4 പ്രാവശ്യം കേട്ട് നിങ്ങൾ ആത്മീയമായ ദൈവത്തിൽ വളർന്നു വരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.